ഫെബ്രുവരി മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. 2025 ജനുവരി മാസത്തിൽ പ്രഖ്യാപിച്ച 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ 3200 രൂപയുടെ വിതരണം ഫെബ്രുവരി. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക, എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. ആദ്യ ദിവസം തുടരുകയാണ്. ക്ഷേമ പെൻഷൻ വിതരണ കാര്യത്തിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഗൗരവമായ ശ്രദ്ധ നൽകി വരികയാണ്. ഏതാണ്ട് ഒരു വർഷത്തോളമായി, കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ എല്ലാ മാസങ്ങളിലും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ വിതരണം സർക്കാർ നടത്തിയിരുന്നു. അതുപോലെ ജനുവരി മാസത്തിൽ നടത്തിയത് ഉൾപ്പെടെ 2 മാസത്തെ കുടിശ്ശിക പെൻഷൻ വിതരണം നടത്തി. ഇനി ഏപ്രിൽ മാസത്തെ തുക ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ നിലവിൽ കുടിശ്ശികയായിരുന്ന 3 ഗഡുക്കൾ, അതായത് 4800 രൂപ കൂടി വിതരണം ചെയ്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുമെന്നാണ് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നത്. അതോടൊപ്പം ഈ മാസം അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷന്റെ തുക വർധനവ് പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ തുകയായ 1600 രൂപ ഘട്ടം ഘട്ടമായി 2500 രൂപ ആക്കുമെന്നായിരുന്നു ഈ കേന്ദ്ര സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം. എങ്കിലും സർക്കാർ നാലാം വർഷത്തിലേക്ക് കടന്നിട്ടും ഇതുവരെ 100 രൂപ പോലും കൂട്ടിയിരുന്നില്ല. അതിനാൽ തന്നെ നിലവിലെ സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റാണ് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ അവതരിപ്പിക്കുവാൻ പോകുന്നത്.